അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മിഡ് വൈഫ് നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷ ഇന്ന് 8/5/2026 വെള്ളിയാഴ്ച 10:30 AM to 12:20 PM വരെയായിരുന്നു പരീക്ഷ. പരീക്ഷയെ സംബന്ധിച്ച് വിശദമായ ഒരു അവലോകനം നടത്താമോ അല്ലെ ക്ലാസ്സുകൾ ചെയ്യാമോ എന്നും അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്ര വരും എന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഒന്ന് ക്ലാസ് ചെയ്യാമോ എന്ന് ധാരാളം ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ഈ മിഡ് വൈഫ് എന്ന് പറയുന്ന തസ്തികയിലേക്കുള്ള പരീക്ഷ അത് സ്റ്റേറ്റ് വൈഡ് പരീക്ഷയായിരുന്നു. നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള പരീക്ഷ ഹോമിയോപ്പതിയുടെ അത് ഓരോ ജില്ലയും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിട്ടാണ് പരീക്ഷ നടത്തിയത്. ഈ തസ്തികകളിലേക്കുള്ള നേഴ്സ് ഗ്രേഡ് 2 തസ്തിക വരുന്നത്. അപ്പോൾ ഓരോ തസ്തികയിലും മിഡ് വൈഫിനാണെങ്കിൽ ഒരു വേക്കൻസിയാണ് നിലവിൽ ഉള്ളത്. എന്നാൽ നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ഓരോ ജില്ലയിലും അൺഡിസിപ്പേറ്റഡ് വേക്കൻസിയാണ് കൊടുത്തിട്ടുള്ള. വേക്കൻസികൾ കൃത്യമായിട്ട് നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. എങ്കിൽ പോലും സൈഡിലൊക്കെ തന്നെ നിലവിൽ വരുന്ന വേക്കൻസികളൊക്കെ തന്നെ കൃത്യമായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തസ്തികയിലേക്കുള്ള ഈ മിഡ് വൈഫ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് 5213 പേരാണ് അപേക്ഷ സമർപ്പിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടി കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എന്നാൽ തിരുവനന്തപുരം ജില്ല നേഴ്സ് ഗ്രേഡ് 2-ന്റെ 772/2025 നേഴ്സ് ഗ്രേഡ് 2 TVM തിരുവനന്തപുരം ജില്ല 1336 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. കൊല്ലം ജില്ലയിൽ 1064 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. കോട്ടയം ജില്ലയിൽ 956 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇടുക്കി ജില്ലയിൽ 437 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. എറണാകുളം ജില്ലയിൽ 885 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. തൃശ്ശൂർ ജില്ലയിൽ 778 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. മലപ്പുറം ജില്ലയിൽ 779 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. കോഴിക്കോട് ജില്ലയിൽ 895 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. വയനാട് ജില്ലയിൽ 319 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. കണ്ണൂർ ജില്ലയിൽ 507 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറെടുത്തത്. കാസർഗോഡ് ജില്ലയിൽ 359 പേരാണ് കൺഫർമേഷൻ കൊടുത്ത് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തത്. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും പരീക്ഷ എഴുതാൻ തയ്യാറെടുത്ത ഉദ്യോഗാർത്ഥികളുടെ എണ്ണമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിന്റെ ശമ്പള സ്കെയിലാണെങ്കിൽ പോലും ഓരോ മിഡ് വൈഫിനാണെങ്കിൽ 35,600, 75,400 ഇതിന്റെ ശമ്പള സ്കെയിൽ വരുന്നത്. എന്നാൽ നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്ക് ശമ്പള സ്കെയിൽ ഇച്ചിരി കുറവാണ്. 27,900, 63,700 നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള ശമ്പള സ്കെയിൽ വരുന്നത്. അപ്പോൾ ഓരോന്നിലും ശമ്പള സ്കെയിലിനെ കുറിച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ പരീക്ഷയെ സംബന്ധിച്ച് മിഡ് വൈഫിന്റെ പരീക്ഷയെ സംബന്ധിക്കുകയാണെങ്കിൽ അതിന് ഒരു കട്ട് ഓഫ് മാർക്ക് ആയിരിക്കും വന്നത്. എന്നാൽ നേഴ്സ് ഗ്രേഡ് 2 ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് വ്യത്യസ്ത കട്ട് ഓഫ് മാർക്കിന്റെ കാര്യത്തിൽ അത്രയും വ്യത്യാസമുണ്ട്. പരീക്ഷയെ സംബന്ധിച്ച് വിശദമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ പരീക്ഷ ഒരു മീഡിയം ലെവലിലുള്ള പരീക്ഷയായിട്ടാണ് പൊതുവെ ഉദ്യോഗാർത്ഥികൾ അഭിപ്രായം രേഖപ്പെടുത്തിയത്. ഞാൻ അതിന്റെ തസ്തികയിലേക്കുള്ള റാങ്ക് ഫയലൊക്കെ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ധാരാളം ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു സാറിന്റെ തയ്യാറാക്കി തന്ന റാങ്ക് ഫയൽ വളരെയധികം പ്രയോജനപ്പെട്ടു എന്നും ധാരാളം ചോദ്യങ്ങൾ അതിൽ നിന്ന് വരികയുണ്ടായി എന്നൊക്കെ ധാരാളം കുട്ടികൾ അഭിപ്രായം രേഖപ്പെടുത്തിയ ഒന്നാണ് ഈ പരീക്ഷ. അപ്പോൾ ഇതിന്റെ കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശകലനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മിഡ് വൈഫിനെ സംബന്ധിച്ച് അതിന്റെ സ്റ്റേറ്റ് വൈഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ കട്ട് ഓഫ് മാർക്ക് 55-നും 57-നും ഇടയ്ക്ക് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നേഴ്സ് ഗ്രേഡ് 2 അപ്പോൾ നേഴ്സ് ഗ്രേഡ് 2-ന്റെ ഓരോ ജില്ലയിലും വ്യത്യസ്തമായ കട്ട് ഓഫ് മാർക്കുകളായിരിക്കും വരുന്നത്. അതിൽ തിരുവനന്തപുരം ജില്ല എടുത്താൽ തിരുവനന്തപുരം ജില്ലയിൽ 50-നും 52-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അപ്പോൾ കൊല്ലം ജില്ല എടുത്താൽ 45-നും 48-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. കോട്ടയം ജില്ല എടുത്താൽ കോട്ടയം ജില്ലയിൽ 48-നും 50-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത. ഇടുക്കി ജില്ല എടുത്താൽ കട്ട് ഓഫ് മാർക്ക് ഇച്ചിരി കുറവായിരിക്കാനാണ് സാധ്യത. 40-നും 45-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. എറണാകുളം ജില്ല എടുത്താൽ 47-നും 49-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. തൃശ്ശൂർ ജില്ല എടുത്താൽ 50-നും 52-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത ഏറെ. അപ്പോൾ മലപ്പുറം ജില്ല എടുത്താൽ മലപ്പുറം ജില്ലയിൽ 51-നും 53-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. കോഴിക്കോട് ജില്ല എടുത്താൽ കോഴിക്കോട് ജില്ലയിൽ 52-നും 54-നും ഇടയ്ക്കാണ് കട്ട് ഓഫ്
മാർക്ക് വരാനുള്ള സാധ്യത. വയനാട് ജില്ല എടുത്താൽ 45-നും 47-നും ഇടയ്ക്ക് കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത. കണ്ണൂർ ജില്ല എടുത്താൽ കണ്ണൂർ ജില്ലയിൽ 48-നും 50-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. കാസർഗോഡ് ജില്ല എടുത്താൽ 50-നും 52-നും ഇടയ്ക്കാണ് കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യത. ഇങ്ങനെയാണ് ഓരോ ജില്ലയിലും നേഴ്സ് ഗ്രേഡ് 2 തസ്തികയിലേക്കുള്ള കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ച് ഒരു വിശദമായ ഒരു അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതിന്റെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിട്ടുണ്ട്, സാറേ ഇതിന്റെ ലിസ്റ്റ് എന്നത്തേക്ക് പ്രസിദ്ധീകരിക്കുമെന്ന്. തുടർ നടപടികളൊക്കെ തന്നെ മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല എങ്കിൽ തുടർ നടപടികളൊക്കെ തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി ഏകദേശം ഒരു 120 ദിവസത്തിനുള്ളിൽ തന്നെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള നടപടികൾ പൂർത്തിയായി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് സാധാരണ രീതിയിൽ ഉള്ള നടപടി പ്രകാരം വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചുള്ള തുടർ നടപടികളൊക്കെ വേഗത്തിൽ ഉള്ള നടപടികളൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുകയും അതനുസരിച്ച് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിച്ച് മുമ്പോട്ട് പോകാം. അപ്പോൾ ഓരോ ജില്ലയും നമുക്ക് കട്ട് ഓഫ് മാർക്കിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പരീക്ഷയെ സംബന്ധിച്ചും ഒക്കെ തന്നെ വിശദമായ ഒരു അവലോകനമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.